ഹലോ, നമുക്കിന്നൊരു ഷവർമ ഉണ്ടാക്കിയാലോ? പക്ഷേ ഷവർമ വിത്ത് കുബൂസ് അല്ല കേട്ടോ, ഷവർമ വിത്ത് ചപ്പാത്തി. അയ്യേ, ചപ്പാത്തിയാ? അതെന്ത് ടേസ്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ തന്നെയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ പീസ് എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാൻ. പൂച്ച കാവലിരിക്കുന്ന പോലെ ഉണ്ണി ചിക്കൻ പീസ് നോക്കി വെറി പിടിച്ചിരിക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തി പരത്തി വെക്കാം. ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ട് പരത്തിയാൽ മതി കേട്ടോ, അത്രയേ തിന്നാൻ പറ്റൂ. ഷവർമ പോലെ തന്നെ ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് വയറ് പെട്ടെന്ന് നിറയും. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിയാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഒരു അബദ്ധമായി പോയത്. കുറേ ചിക്കൻ പീസ് അവൻ്റെ വയറ്റിലേക്കാണ് പോയത്. മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി 4 പുഴുങ്ങിയ മുട്ട മഞ്ഞ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോഴേതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി. തള്ളു പറയുന്നതല്ല കേട്ടോ, ശരിക്കും ടേസ്റ്റി തന്നെയാണ്. ഇനി ഫില്ലിങ്സിന് വേണ്ടി കക്കിരിക്ക, ക്യാരറ്റ്, ഉള്ളി, കാബേജ് ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മയണൈസും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസും ചേർക്കണം. അപ്പം ഫില്ലിങ്സ് റെഡി. ഇനി ഓരോ ചപ്പാത്തിയായിട്ട് എടുത്ത് അതിൽ മയണൈസ് ഒന്ന് പുരട്ടി ആവശ്യത്തിന് ഫില്ലിങ്സും വെച്ച് റോൾ ചെയ്ത് എടുക്കണം. അയ്യോ, ചിക്കനിൽ പുരട്ടിയ മസാലയെക്കുറിച്ച് പറയാൻ വിട്ടുപോയി അല്ലേ? അങ്ങനെ വലിയ മസാലക്കൂട്ടൊന്നുമില്ല. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് പൊടിയായിട്ട് ആഡ് ചെയ്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും പേസ്റ്റായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചത്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ഷവർമ റെഡിയായി. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കും, എന്നിട്ട് പറയണേ. നല്ല ടേസ്റ്റിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഷവർമ നല്ല വെറിയോടെ കഴിക്കുമ്പോൾ മനസ്സിലൊരു പേടിയുണ്ടാവും. ഈശ്വരാ, നാളത്തേക്ക് നമുക്ക് വല്ല ഫുഡ് പോയ്സൺ അടിക്കുമോ? എന്നാലും നമ്മൾ കഴിക്കാണ്ടിരിക്കില്ല അല്ലേ? അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കാം, ഒന്നും പറ്റില്ല. പുഴുങ്ങിയ മുട്ടയും ആയതുകൊണ്ട് മയണൈസിലും ഫുഡ് പോയ്സൺ അടിക്കില്ല, ചിക്കനിലും അടിക്കില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാ ഉണ്ണിക്കുട്ടനും ദേവുട്ടനും എല്ലാം ആസ്വദിച്ച് കഴിക്കലായി, ഞാനും. വീഡിയോ ഇഷ്ടമായാൽ ഷവർമ ലവേഴ്സൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.